ഇന്നലെ രാത്രി തന്നെ ഉമ്മ വെള്ളയപ്പം മാവ് വീട്ടിൽ നിന്ന് തന്നെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് വെള്ളയപ്പം മുട്ടക്കറി ആക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. ആദ്യം തന്നെ അടുക്കള വാതിലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ടേ. അങ്ങനെ അടുക്കള വാതിലൊക്കെ തുറന്നിട്ട് ഞാൻ നേരെ പാലും അതുപോലെ തന്നെ തക്കാളിയും സവാളയൊക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടി പോയിക്കുന്നത് ഫ്രിഡ്ജിൽ നിന്ന്. അങ്ങനെ തക്കാളിയും പാലും ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം എടുത്തിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ടാട്ടോ പോകുന്നത്. നേരെ അടുക്കളയിൽ ചെന്നിട്ട് നേരെ അടുക്കളയിലെ വാതിലും കൂടി തുറന്നിടുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ലൊരു വെട്ടവും വെളിച്ചമൊക്കെ കിട്ടും. അങ്ങനെ പാലും അതുപോലെ തന്നെ എല്ലാം അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ മുട്ട വേവിക്കാനുള്ള വെള്ളം കുക്കറിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുട്ട എടുത്ത് വെച്ചിട്ട് പിന്നെ കുക്കറൊക്കെ മൂടിയിട്ട് നേരെ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ തന്നെ ഞാൻ ചായയും കൂടി വെക്കുന്നുണ്ട്. ഞാൻ ഈ വെള്ളയപ്പം ചുടുന്നതുകൊണ്ട് തന്നെ വെള്ളയപ്പം ചട്ടി രാത്രി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, രാവിലെ തപ്പിക്കളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വെള്ളയപ്പം ഞാൻ നേരെ പോയിട്ട് തുറന്ന് നോക്കാം കേട്ടോ. ഇന്നലെ രാത്രി കുറച്ച് തുളുമ്പി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പേടിച്ചിട്ടാണ് രാവിലെ എണീറ്റ് വന്നത്. ഇനി അതൊക്കെ തുളുമ്പി പോകുമെന്ന് വിചാരിച്ചിട്ട്. സത്യം പറയാൻ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ എന്താ സവാളയും തക്കാളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ചായ അപ്പുറത്തോട്ട് മാറ്റിയിട്ട് ഞാനിതാ സവാള വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയെല്ലാം ചടപടേന്ന് ചെയ്യണം, കുറച്ച് ടൈമേ ഉള്ളൂ. പിന്നെ അവിടെ ചായ കാച്ചിയപ്പോഴത്തേക്കും വേറെ പാത്രത്തിലോട്ട് പകർത്തി വെച്ചിട്ട് പിന്നെ വേഗം മുട്ടക്കറി അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ വെള്ളയപ്പം ചട്ടി വെച്ചിട്ട് ചൂടോടെ വെള്ളയപ്പം ചൂടാമെന്ന് വിചാരിച്ചു. നല്ല ബാറ്ററായിരുന്നു കേട്ടോ, നല്ല തിക്ക് ബാറ്റർ തന്നെയായിരുന്നു. ഉമ്മ രാത്രി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതിയെന്ന്. അങ്ങനെ അതെല്ലാം ചുട്ടെടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ മുട്ടക്കറി ഒരുവിധം സെറ്റായി വന്നപ്പോഴത്തേക്കും ഞാനിതാ മുട്ട തോലൊലിച്ചിട്ട് ഇനി കറിയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി വേറെ പണിയൊന്നുമില്ല, നമ്മുടെ മുട്ടക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ മുട്ടക്കറിയിൽ മുട്ട കൂട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് മുട്ട ഞാൻ അതിലിടാറില്ല കേട്ടോ. ഞാൻ സെപ്പറേറ്റ് കഴിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ തിണ്ണപ്പുറമൊക്കെ തുടച്ച് എടുത്ത സാധനങ്ങൾ അത് ആ സ്ഥലത്ത് കൊണ്ട് വെച്ച് കുറച്ച് പാത്രങ്ങൾ പരന്നിട്ടുണ്ടായിരുന്നു. അത് കയ്യോടെ കഴുകി വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ ഹാളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഐനൂസിന് കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് അവിടേക്ക് വിതറി ഇട്ടേക്കണായിരുന്നു കേട്ടോ. ടേബിളിൻ്റെ പുറത്തും സോഫയുടെ പുറത്തൊക്കെ വിതറി ഇട്ടേക്കണായിരുന്നു. അങ്ങനെ അതെല്ലാം കയ്യോടെ തുടച്ച് അടിച്ചു മാറ്റിയിട്ട് പിന്നെ ഇക്കാളുടെ ഡ്രസ്സ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ വിരിച്ചിട്ടിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതെല്ലാം വെയിൽ കണ്ടപ്പോൾ നേരെ വിരിച്ചിട്ടിട്ട് പിന്നെ ഫുഡൊക്കെ ഞാൻ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഇക്കൊക്കെ പല്ലേക്കാനും അതേപോലെ തന്നെ ബാത്റൂമിലൊക്കെ പോകാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ആൾ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഞാനെന്താ ഫുഡൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 2 പേർക്കുള്ള ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേഗം ദാഹിച്ചു കിട്ടും. അപ്പോൾ ഞാൻ വേഗം ചായ എടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിത് കഴിഞ്ഞിട്ട് ഒരുപാട് പണിയുണ്ട്. പിന്നെ ഇക്കാക്ക് ഫുഡ് കൊടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക,